തന്നെ താതനും കണവനും തനയനും അനുജനും അത്യയം പ്രാപിച്ച് മഹീതലം തന്നിൽ കിടക്കുന്നതു കണ്ട നിശാചരികൾ ദുഃഖത്താൽ യുദ്ധം കഥിച്ചു. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ചൊല്ലിയ കനിഷ്ഠനെ നിർദ്ദയമാട്ടിയോടിച്ചിട്ട് മൃത്യുബന്ധാവിൽ വരുത്തുന്നു സഹചരെ നക്തഞ്ചരേന്ദ്രനാം ഭൂപതി നിർണയം. വൃദ്ധമാതാക്കളും മറ്റു നാരീജനങ്ങളും യുദ്ധം പറഞ്ഞു വിലപിച്ചിരിക്കവേ ഉത്തമന്മാരായ സേനകളുമൊത്ത് യുദ്ധം ചെയ്യാനായി ഗമിച്ചു രാവണൻ. ശസ്ത്രങ്ങൾ തൂകിയ നക്തഞ്ചരരെ ഒക്കെ ഹനിച്ചങ്ങ് വാനരവീരന്മാർ നിൽക്കുമ്പോൾ രാവണൻ പെട്ടെന്ന് തന്നെ ദുഃഖത്തിലാഴ്ത്തി പ്ലവകവർഗങ്ങളെ. പിന്നെ ആഗ്നേയാസ്ത്രവും ഗന്ധർവാസ്ത്രവും മറ്റു പ്രത്യസ്ത്രങ്ങളുമെയ്ത് ശ്രീരാമൻ നിൽക്കുന്ന നേരം വിഭീഷണനെ കൊല്ലാൻ മായാശക്തിയാൽ ഉദ്യമം ചെയ്തു ദശമുഖൻ. അന്നേരം ലക്ഷ്മണൻ ബാണങ്ങളെയ്ത് പുണ്യജനേശ്വരൻ തന്നെ മേനിയെ ഖണ്ഡിച്ച മൂലം ക്രോധം പൂണ്ടവൻ പിന്നെയും ശക്തി എറിഞ്ഞു ക്ഷണം തന്നെ. ശക്തി ചെന്നങ്ങ് ലക്ഷ്മണൻ തന്നെ സംഹനനം തന്നിൽ നിബദിച്ച നേരം ശക്തി എന്നെ വീണവൻ മോഹിതനായി ദുഃഖത്തിലായി രാമനും തൽക്ഷണം. പിന്നെ അതിഘോരമായി ഇരുവരും സംസ്ഫോടം ചെയ്തങ്ങ് നിൽക്കുന്ന നേരം സംക്രന്ദനൻ തൻ സ്യന്തനം രാമന് സങ്കോചമെന്നേ കൊടുത്തു മാതലി. വീറോടെ വാശിയെടുത്തിട്ടിരുവരും വാരിതം വൃഷ്ടി ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചന്യോന്യം ആഹവം ചെയ്തു രാവും പകലും. രാവണൻ തന്നെ ഘടകവൃന്ദത്തെ രാമബാണങ്ങളാൽ ഹനനം ചെയ്തെങ്കിലും ദ്രാവിണമേറിയ നൈര്യതൻ പിന്നെയും രാമനോടാഹവം ചെയ്യാനുറച്ചു. അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും. കുംഭോത്ഭവനാകും അഗസ്ത്യ മുനിതാനും ചെന്നു നിന്ന നേരം രാമസവിധേ ചൊന്നവനോടാദിത്യമന്ത്രം ചൊൽവാൻ മടിയാതെ ആപത്തൊഴിയാൻ. ഈരേഴു ലോകത്തിലുള്ള ജനങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും ജീവനമേകുവാൻ ആദിത്യരശ്മി ശരണം ദയാനിധേ കീർത്തിക്ക സന്തതം ദ്വാദശാത്മാവിനെ. യുദ്ധമഗസ്ത്യന്റെ ഭാഷിതം കേട്ട് തൃപ്തനായ രാമൻ ഭക്തി പൂണ്ട് സദാ സപ്താശ്വദേവനെ ധ്യാനിച്ച് സംയത ചെയ്യാനൊരുങ്ങി. പിന്നെയും രാവണവധം. ദേവേന്ദ്ര തേരാളി മാതലി തന്നോട് ദശരഥ നന്ദനൻ ചൊന്ന പ്രകാരേണ തേരിന്റെ വേഗത കൂട്ടിയ നേരം ആയോധനം ചെയ്യാനുദ്യുക്തനായി. രാവണൻ തന്നെ കേതനം ഖണ്ഡിച്ച് ഭൂമിയിലിട്ടപ്പോൾ രാത്രീഞ്ചരനും മാതലി തന്നെയും ഹേഷി വ്യൂഹത്തെയും ക്രോധേന ബാണത്താലെയ്ത് വീഴ്ത്തി. രാമനും പ്രതിയോഗിയും നേർക്കുനേർ ഘോരമായ അങ്ങേറ്റുമുട്ടുന്ന നേരം പാതാളവാസികൾ പോലും നടുങ്ങി മേദിനിയും വിറപൂണ്ടങ്ങു നിന്നു. രാവണൻ തൻ ശീർഷം ഖണ്ഡിച്ച് ശ്രീരാമൻ പാർത്തലം തന്നിലേക്കിട്ട നേരം തന്നെ രാവണഗന്ധരം വീണ്ടും മുളച്ച് പൂർവസ്ഥിതനായി നിന്നു രാവണൻ. ദശകണ്ഠ ശിരസിനെ ഖണ്ഡിച്ച് അവശനായി ശ്രീരാമനെങ്കിലും വിസ്മയം ചരമം ഭവിച്ചില്ല കൈകസീ തനയന്. അനുയോഗ പരിഹാരം മാതലിയുര ചെയ്തു. മഹർഷിവര്യൻ അഗസ്ത്യൻ നിനക്കേകിയ ഹിരണ്യഗർഭാസ്ത്രം പ്രയോഗിക്ക രാമാനീ. അതു കേട്ട് രാഘവൻ ബ്രഹ്മൻ തന്നാശുകം തൻ കരങ്ങളിലേന്തി വലിച്ചു വേഗം. വിശ്വം മുഴുവൻ ഒളിയേകും സായകം വിശ്വാസഭക്തി പൂണ്ടങ്ങ് ജപിച്ചങ്ങേറെ ഊറ്റം പൂണ്ടെയ്ത നേരം ബാണം രാവണൻ തന്നെ നെഞ്ചിൽ തറച്ചു.